ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചിട്ടുണ്ട്. തിളപ്പിച്ചെടുക്കണ്ട, ചെറുതാക്കിയിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ ഈ പാല് തന്നെ നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ട് അത് പൊടിയിൽ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഏലക്കൊക്കെ ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഏലക്കയും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് പാലിന് 2.5 ഗ്ലാസ് മൈദ എന്നുള്ള അളവാണ് വരിക കേട്ടോ. അത് 1 കപ്പ് പാലാണെങ്കിൽ 2.5 കപ്പ് മൈദ വേണ്ടി വരും. അപ്പോൾ 2 കപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1/2 ഗ്ലാസ് പൊടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഇട്ടിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ലൂസായിട്ടാവും ഉണ്ടാവുക. ഇനി 1/2 ഗ്ലാസ് പൊടിയും കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാവും കുഴച്ചെടുക്കുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് കട്ടിയായിട്ട് കുഴച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ പൊങ്ങി കിട്ടാനൊക്കെ നല്ല പാടായിരിക്കും. ഈ ഒരു അളവ് തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിലിന് പകരം ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഓയിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്താലും മതി. അപ്പോൾ നല്ല പോലെ കുഴച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഒരു 2 മണിക്കൂറൊക്കെ വെച്ചാൽ തന്നെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ ഒരു 1.5 മണിക്കൂറിന് ശേഷമാണ് ഞാൻ തുറന്നിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ തന്നെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ അത്രയും പാകത്തിന് വലുപ്പത്തിലുള്ള ഓരോ ഉരുളകളാക്കിയിട്ടാണ് ഞാനൊന്ന് ഉരുട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏത് വലുപ്പത്തിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അത് പൂരി പോലെ ഒന്ന് പരത്തിയെടുക്കണം. കുറച്ച് പൊടി ഇട്ടിട്ട് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ വെച്ചൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ അധികം പണിയൊന്നുമില്ല കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മാവ് പൊങ്ങാനുള്ള ഒരു സമയം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് അല്ലെങ്കിൽ രാവിലെയൊക്കെ നിങ്ങൾക്ക് കുഴച്ച് വെച്ചാൽ മതി. ഒരുപാട് സമയമൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചൂടുള്ള സമയമാകുമ്പോൾ നമുക്ക് 1.5-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തായാലും മാവ് പൊങ്ങി കിട്ടും. ഇനി ഒരു കത്തിയോ കട്ടറോ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ, ആ ഒരു വര മാത്രം മതി. ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് വെച്ചാൽ മതി. തിരിച്ചിട്ടിട്ട് അതിൻ്റെ പകുതി ഭാഗത്തു നിന്ന് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ 2 ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ഫില്ലിങ്ങും ഇതിന് ഉള്ളിൽ വെച്ച് കൊടുക്കുക. ഞാനിവിടെ തേങ്ങയും പഞ്ചസാരയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും ഫില്ലിംഗ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് വെച്ചാലും മതി. അപ്പോൾ ഞാൻ തേങ്ങയും പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതാണ്. അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലെ ഫില്ലിങ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവരുത്. ഇത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ബേക്ക് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കട്ടായി പോവരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയാൽ മാത്രം മതി. കട്ടായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫില്ലിങ്ങൊക്കെ പുറത്ത് പോവും. ഇപ്പോൾ തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ചുരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ചിക്കൻ്റെ ഫില്ലിങ്ങോ ബീഫിൻ്റെതോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഫില്ലിങ്ങോ ഒക്കെ നിങ്ങൾക്ക് വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ 5 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കോഴിമുട്ടയുടെ മഞ്ഞ ഒന്ന് അടിച്ചിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പാലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബേക്ക് ചെയ്താലും മതി കേട്ടോ. നമ്മൾ നേരത്തെയൊക്കെ ബണ്ണ് ബേക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോക്കനട്ട് ബണ്ണ് സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ എണ്ണ ഒരുപാട് ചൂടായിട്ടിടരുത് കേട്ടോ. ഒരു മീഡിയം ചൂട് തന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നല്ലപോലെ തന്നെ പൊങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഈസ്റ്റ് ഉള്ളത് കാരണം കേട്ടോ. ഉള്ളൊക്കെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കഴിക്കാനും ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം ഒന്നും ഇരിക്കൂല. തേങ്ങ ഉള്ളത് കാരണം തന്നെ ഒരു 2 ദിവസമൊക്കെ എന്തായാലും ഇരിക്കും. ഇല്ലെങ്കിൽ തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടെ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. പച്ചയായിട്ട് നമ്മൾ തേങ്ങ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ തേങ്ങ കേടായി പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ആദ്യം നിങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ബണ്ണിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കേടാവാണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ വെക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം. അപ്പോൾ ഓവനില്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് കേട്ടോ അത്, ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത്. എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഫ്രൈ ആയിട്ടുള്ള ഈ ഒരു ബണ്ണ് നമ്മുടെ തേങ്ങാ ബണ്ണ് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ചായയുടെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ്, കാണാനും തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ആക്കാനും മറക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒഴിവുണ്ടാകുമ്പോൾ എല്ലാ വീഡിയോസും കാണുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.